ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് കല്യാണ ബിരിയാണിയുടെ രുചിയിൽ നല്ലൊരു അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 850 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുത്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം കാഷ്നട്ടും റൈസിൻസും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ തിന്നായി അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള അത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടാനും അതുപോലെ തന്നെ ദമ്മിടുന്ന സമയത്ത് ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ നിന്ന് ഒരു തവി ഓയിൽ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 സവാള തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ബിരിയാണിയുടെ അളവ് എന്ന് പറയുന്നത് 2.5 കപ്പ് ബിരിയാണി അരിക്കുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളകും 15 ഗ്രാം ഇഞ്ചിയും 15 ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റ് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവും. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് നമ്മൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5-6 വിസിലും കൂടെ വരുത്തണം. അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതൊരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി സൺഫ്ലവർ ഓയിൽ തന്നെ മിക്സ് ചെയ്താലും മതി. 4 ഗ്രാമ്പു, 4 ഏലക്കായ, 2 കഷ്ണം പട്ട എന്നീ കാര്യങ്ങൾ ചേർത്ത് 2.5 കപ്പ് ബിരിയാണി അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒട്ടും കുതിർത്താത്ത അരിയാണ് കേട്ടോ. അത് ഇതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അളന്നെടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന പരുവത്തിലായിരിക്കണം. ഞാൻ എപ്പോഴും നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ പറയുന്ന കാര്യം തന്നെയാണ്. ഇനി ഇതിലേക്ക് രമ്പയോല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ റോസ് വാട്ടറോ ഇല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി എസൻസ് വാങ്ങിക്കാൻ കിട്ടും, അതോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വെള്ളം ഈ ഒരു ലെവലിൽ വറ്റി തുടങ്ങുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗും കൂടെ വെച്ചിട്ട് സെർവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗും കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിലാണ്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന സമയത്ത് അതും നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ ആവിയൊക്കെ ഒന്ന് പോയി നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തോട് കൂടിയായിരിക്കും ചിക്കൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതാ കുക്കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് 6 വിസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നാട്ടിലുള്ളവർ കസ്കസ് അരച്ച് ചേർക്കട്ടോ. ഇപ്പം ഞാൻ അതിന് പകരം ഇവിടെ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചതാണ്, ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കസ്കസ് അലൗഡ് അല്ല, അതുകൊണ്ടാണ് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളത്. ഇത് ബിരിയാണിക്ക് കൂടുതൽ ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തൈര് കുമിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിന ഇലയും ഒരു പിടി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആ ഒരു ചിക്കനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ഒരു ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും വേണം കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബിരിയാണി മസാല. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് തസ്നീസ് കിച്ചണിൽ അവൈലബിൾ ആണ്.
ഇനി നന്നായിട്ട് തിളച്ച് ആ ഒരു ടൊമാറ്റോ ഒക്കെ കുക്കാവുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള വെള്ളം നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം. ദമ്മിടുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. അതായത് ദമ്മിടുമ്പോൾ ചിക്കന് അടി പിടിക്കാത്ത വിധത്തിൽ അല്പം ഗ്രേവി അതിനകത്ത് വെച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനൊരു 5 തവിയോളം ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നെയ്ച്ചോറ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ശരിക്കും ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ചോറ് നമ്മൾ നിരത്തിയതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ആ ഒരു ഗ്രേവി ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ സവാളയും അതും ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്കായിട്ട് വീണ്ടും ചോറ്, അല്പം ഗ്രേവി, ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ അല്പം മല്ലിയില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വീണ്ടും റൈസ് ഇതുപോലെ ദമ്മിട്ട് കൊടുക്കട്ടെ. ലാസ്റ്റ് ഇതിന് മുകളിലേക്കായിട്ട് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വിസിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വിസിൽ വരുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് അതിൻ്റെ ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമാണ് അത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. തുറന്നതിന് ശേഷം നമുക്കിതിൻ്റെ റൈസ് മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് റൈസ് മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ ബിരിയാണി കുത്തിയെടുത്തിരുന്നത് പോലെ ഇതുപോലൊരു ബൗളിലേക്ക് അല്പം ബിരിയാണിയും പിന്നീട് ചിക്കനും അതിൻ്റെ മസാലയും പിന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗും കൂടെ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ബിരിയാണി റൈസ് വെച്ച് കൊടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടോ. ശരിക്കും ഒരു കല്യാണ ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ലഗോൺ ചിക്കൻ്റെ ബിരിയാണിയാണ് ഇത്. നിങ്ങൾക്ക് സാധാരണ ബ്രോയിലർ ചിക്കനിലും തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ബിരിയാണി എപ്പോഴും ലഗോൺ ചിക്കനിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്